ഇത് തന്നെയാണേ. അപ്പോഴേ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. അതായത് വേറൊന്നുമല്ല, നമ്മുടെ SSF സാഹിത്യോത്സവ വേദിയിലെ പരിപാടികളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയപ്പ കച്ചവടത്തിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കടയിലേക്ക് ജമാലുദ്ദീൻ ഫൈസി ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു എന്തായാലും ഒരു ദിവസം ഇവിടെ വരും കേട്ടോ ധന്യ, ഉണ്ണിയപ്പം വാങ്ങിക്കൂട്ടോ എന്ന് ആ ഉസ്താദ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അത് മറന്നുപോയി. പക്ഷേ ആ ഉസ്താദിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഫാത്തിമ സന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. ആ കുട്ടിയുടെ സംസ്ഥാന മദ്രസ സ്കോളർഷിപ്പിനായിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ 5 മൈലുള്ള മദ്രസയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അദ്ദേഹം ഓർമ്മയോടെ എൻ്റെ കടയിലേക്ക് വരികയും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം മേടിക്കുകയും ചെയ്തിട്ട് അത് ഭയങ്കര സന്തോഷമാട്ടോ എനിക്ക്. വേറൊന്നുമല്ല, നമ്മളെയൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ച് നോക്കട്ടെ, മോളുടെ ഉണ്ണിയപ്പം നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്നേഹത്തോടെ ആ വരുന്ന കാഴ്ച കാണുമ്പോൾ ഭയങ്കര മനസ്സും കണ്ണും ഒക്കെ നമുക്ക് നിറയും കേട്ടോ. അതുപോലെ ഫാത്തിമ സനയുടെ ഉപ്പ ഉണ്ടായിരുന്നു, സയ്യിദ് അലവി മാഷും അതുപോലെ തന്നെ റഫീഖ് സഖാഫി ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ് കാണുമ്പോണ്ടല്ലോ, നമ്മളൊക്കെ എന്താ പറയുക, ഒരുപാട് നന്ദിയാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്. കാരണം അത്രമാത്രം സ്നേഹസമ്പന്നരായ ആളുകളൊക്കെ നമ്മളെ അറിയുന്നതും എവിടെയോ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ തേടി വരുന്നതും ആ ഉണ്ണിയപ്പം വാങ്ങുന്നതും ആ ഒരു സ്നേഹം നമ്മൾക്ക് കിട്ടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും ആ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുമ്പോഴേ അതെന്താണെന്ന് അറിയുള്ളൂ കേട്ടോ. സോഷ്യൽ മീഡിയ കൊണ്ട് നീ എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ആളുകളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. തെറ്റുകൾ എന്നിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും എനിക്ക് ഒരുപാട് ആളുകളെ കിട്ടി. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. നീ വലിയവൻ ഞാൻ ചെറിയവൻ അങ്ങനെ ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ദീർഘായുസോടു കൂടിയുള്ള ഒരു ജീവിതവും ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ ഞങ്ങളുടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.